ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 24-ാം അധ്യായം വിവരണം വായിച്ച് വ്യാഖ്യാനിക്കുന്നു. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ ചതുർവിംശോധ്യായാം. ശ്രീശുക ഉവാച. അധസ്താത് സവിതുർയോജനയുതേ സ്വർഭാനുർനക്ഷത്രവത് ചരതീത്യേകേ യോസാവമരത്വം ഗൃഹത്വം ചാലഭത ഭഗവതനുകമ്പയാ സ്വയമസുരാപസദ സൈംഹികേയോ ഹി അതദർഹ തസ്യ താത ജന്മകർമാണി ച ഉപരിഷ്ടാത് വക്ഷ്യാമഹ. വാക്കുകളെല്ലാം പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കാം. അധസ്താത് സവിതുർയോജനയുതേ. സവിതു അധസ്താത്. സവിതു എന്ന് പറഞ്ഞാൽ സൂര്യനാണെന്ന് നമുക്കറിയാം. സവിതുർ വരേണ്യ എന്ന് പറയത്തില്ലേ ഗായത്രി മന്ത്രത്തിൽ. അധസ്താത് താഴത്ത് ആയുധം യോജന 1000 യോജന അകലെ. സ്വർഭാനു രാഹു നക്ഷത്രവത് നക്ഷത്രം പോലെ ചരതി സഞ്ചരിക്കുന്നു. അത് അർത്ഥം നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല, വാക്കുകളൊന്ന് പരിചയപ്പെടുന്നേ ഉള്ളേ. സ്വയം അസുരാപസദ സൈംഹികേയ യ അസൗ അമരത്വം യോസൗ അമരത്വം എന്ന് വായിച്ചു, അതാണ് നല്ലത്. യാ വായിക്കേണ്ട അവിടെ. നക്ഷത്രവത് ചരതീത്യേകേ യോസൗ അമരത്വം യാ അസൗ ആണ്. യാ അസൗ അമരത്വം ഗ്രഹത്വം ചാലഭത അത് നീട്ടി വായിച്ചാൽ മതി. ചാലഭത ഭഗവത് അനുകമ്പയാ സ്വയം അസുരാപസദ കിട്ടിയല്ലോ. സൈംഹികേയോ ഹി അതദർഹ തസ്യ താത ജന്മകർമാണി ച ഉപരിഷ്ടാത് വക്ഷ്യാമഹ. രണ്ടാമത്തെ ശ്ലോകം. യദ അദ തരണേർ മണ്ഡലം തരണിയുടെ മണ്ഡലം തരണേഹേ മണ്ഡലം തരണിയുടെ സൂര്യൻ്റെ തരണിയുടെ സൂര്യൻ്റെ എന്നാണ്. അതാണ് യദ അദ തരണേർ മണ്ഡലം. യദ കഴിഞ്ഞിട്ട് യദ അദ കേട്ടോ. യദ അദ അതാണ് ആ വാക്ക്. എന്നിട്ട് അസ അങ്ങ് വെട്ടിക്കളഞ്ഞതേ. തരണേർ മണ്ഡലം എന്നങ്ങ് വായിച്ചാൽ മതി. പ്രതപത തപിപ്പിക്കുന്നത്, ചൂട് ഉണ്ടാക്കുന്നതായ പ്രതപത അസ വെട്ടിക്കളഞ്ഞരേ. തത് വിസ്തരതോ വേറെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞത്. അതവിടെ വേണ്ടാഞ്ഞിട്ടോ അത് പുസ്തകത്തിലെ തെറ്റോ അല്ല. ഞാനിത് പല പ്രാവശ്യം ആവർത്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഓർമ്മ നമുക്കിതിനെ അങ്ങനെയൊന്നും പെട്ടെന്ന് ഓർമ്മിക്കാൻ വഴിയില്ല. 2 പുതിയ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇതും കാണുകയില്ല, ഇതുമായി ബന്ധം ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എന്ന് വെട്ടിക്കളഞ്ഞേക്കാൻ പറയുന്നത്. അത് തെറ്റായിട്ടല്ല, നമ്മൾ പിരിച്ചു പറയുമ്പോൾ അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. യദ അദ തരണേർ മണ്ഡലം അങ്ങനെ തന്നെ വായിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വായിച്ചോ, സ്പീഡിൽ വായിച്ചോ. പക്ഷേ അതങ്ങ് യദദാസ് തരണേർ മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ശരിയാകത്തില്ല. യദാദ തരണേർ മണ്ഡലം അപ്പോൾ യദാദ സ വെട്ടിക്കളഞ്ഞാൽ തരണേർ മണ്ഡലം പ്രതപത സ വെട്ടിക്കളയുക. തത് വിസ്തരതോ യോജനായുധം ആചക്ഷതേ. അവിടെ അനുസ്വാരം ഇട്ട് ആയാക്കുക, അത് ശരി, അങ്ങനെ തന്നെയാണ്. യോജനായുതം ആചക്ഷതേ. 12,000 സോമസ്യ 13,000 രാഹോർയ പർവണി തത്. കണ്ടോ അവിടെ പർവണി തത് വ്യവധാനകൃത് തദ്വ്യവധാനകൃത്
തത് ത്യദ് ത്യദ് തത് വ്യവധാനകൃത് എന്ന് വായിച്ചാൽ മതി. തത് വ്യവധാതവൃത് തദ് വ്യവധാതവൃത് കൃത് കൃത് ഞാൻ വൃതെന്ന് വായിച്ച തെറ്റാ കേട്ടോ. തദ് വ്യവധാനകൃത് വൈരാനുബന്ധ സൂര്യാചന്ദ്രമാസൗ അഭിധാവതി. സൂര്യാചന്ദ്രമസൗ എന്നാക്കുക, പിന്നെ അഭിധാവതി എന്നും വായിക്കുക. സൂര്യാചന്ദ്രമസൗ സാ നീട്ടുള്ളത് ഔ ആക്കുക, സൗ എന്നാക്കുക. എന്നിട്ട് ആയുടെ ദീർഘം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഔവിൻ്റെ ചിഹ്നം ഇടുക, പിന്നെ ഒരു ആയും കൂടി ഇടുക. എന്തിനാണ്? അഭിധാവതി. ഔ എന്ന് പറഞ്ഞത് അവിടെ ആ വായുടെ ശബ്ദവും കൂടെ വന്നപ്പോഴാണ് ആ സാവ എന്നുള്ളത് സൗ ആയത്. അപ്പോൾ സൂര്യാചന്ദ്രമസൗ അഭിധാവതി. ആ വായും വെട്ടിക്കളഞ്ഞിട്ട് അഭി എന്നെഴുതുക. സായുടെ നീട്ട് സൗ ആക്കുക, വാ വെട്ടിക്കളഞ്ഞിട്ട് ആ വായുടെ സ്ഥാനത്ത് ആയാക്കുക. ഒന്നുകൂടെ വായിക്കാം. സൂര്യാചന്ദ്രമസൗ അഭിധാവതി. കിട്ടിയല്ലോ എല്ലാം. യഥ അത തരണേർമണ്ഡലം. തരണേർമണ്ഡലം പ്രതിപദ തത് വിസ്തരതോ യോജനായുതമാചക്ഷതേ 12,000 സോമസ്യ 13,000 രാഹോർയ പർവണി തദ്വ്യവധാനകൃത് വൈരാനുബന്ധ സൂര്യാചന്ദ്രമസൗ അഭിധാവതി. 3. തന്നിശമ്യോഭയത്രാപി. ഉഭയത്രാപി എന്നാണ്. തത് നിശമ്യ ഉഭയത്രാപി. അത് തത് നിശമ്യോഭയത്രാപി എന്ന് വായിച്ചാൽ മതി. തന്നിശം ഉഭയത്രാപി. തത് നിശമ്യ ഉണ്ട്. തത് നിശമ്യ ഉഭയത്രാപി. തന്നിശമ്യ ഉഭയത്രാപി. ഉമ്മോ എന്നുള്ളതിൻ്റെ യാതൊന്നും വെട്ടിയാൽ ശരിയായിക്കോളും. ശമ്യ ഊന്ന് എഴുതി വെക്കുക അവിടെ. ഉഭയത്രാപി. ഭഗവതാരക്ഷണായ പ്രയുക്തം സുദർശനം നാമ ഭാഗവതം ദയിതം അസ്ത്രം തത് തേജസ ദുർവിഷഹം മുഹു പരിവർത്തമാനം അഭ്യവസ്ഥിതോ. പരിവർത്തമാനം തത് തേജസ ദുർവിഷഹം. രക്ഷണായ പ്രയുക്തം സുദർശനം നാമ ഭാഗവതം ദയിതം അസ്ത്രം തത് തേജസ ദുർവിഷഹം അഹം മുഹു പരിവർത്തമാനം അഭ്യവസ്ഥിതോ. പരിവർത്തമാനം അഭ്യവസ്ഥിതോ. അമ്മായിട്ടിട്ട് നന്നാക്കിയിട്ട് അഭ്യവസ്ഥിതോ മുഹൂർത്തം ഉദ്വിജമാന. പിന്നെ ചകിത ഹൃദയ. മനഃ ചകിത ഹൃദയ. ആരാധ ദൂരത്തേക്ക് തന്നെ, വളരെ അകലത്തിലേക്ക് തന്നെ. ആരാദേവ നിവർത്തതേ തത് ഉപരാഗമിതി വദന്തി ലോകാഹ. അതിനെ ഉപരാഗമെന്ന് പറയുന്നു. എന്താണ് ഉപരാഗം എന്ന് പറഞ്ഞാൽ? ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. അതൊക്കെ നമ്മുടെ പൗരാണികരായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഈ പരിപാടികളെല്ലാം അറിയായിരുന്നു കേട്ടോ. 5000 വർഷങ്ങൾക്ക് മുമ്പ്. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പുതിയ മോഡേൺ സയൻസൊക്കെ വന്നു അവർ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് സായിപ്പ് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. നമ്മൾ അതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് അതിനും മുമ്പ് തന്നെ നമ്മുടെ പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് ഇത് അറിയായിരുന്നു. അവർ ഇത് പറഞ്ഞിട്ടുമുണ്ട്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹണം അത് വെറുതെ പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ശ്രീരാമചന്ദ്രനൊക്കെ ജനിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രം വെച്ച് ജനിച്ച സമയത്തിൻ്റെ ആ ഇത് വെച്ച് ആ ആൾക്ക് ഉണ്ടാകുന്ന ജാതകം കുറിച്ചിട്ടുണ്ട് അല്ലേ. ജാതകർമ്മം ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗരാണികരായിട്ടുള്ള അവർക്ക് അന്ന് തന്നെ ഈ ഒരു വിദ്യ അറിയായിരുന്നു. കാരണം ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന്. അല്ലാതെ ഇത് ദൂരെ ആകാശത്തിൽ കാണുന്ന എന്തോ ഒന്നല്ല.
ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അന്ന് ഈ സൗരയൂഥത്തിൻ്റെ ഒരു സൂര്യനെ ചുറ്റിയാണെന്നുള്ളതും പറയുന്നുണ്ട്. അത് ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെ, സയൻസും പറയുന്നത് അങ്ങനെ തന്നെ, പണ്ടത്തെ ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും നമ്മുടെ കാണപ്പെട്ട ഈശ്വരൻ എന്ന് പറയുന്നത് സൂര്യനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദിത്യ ഹൃദയ മന്ത്രത്തിനും പിന്നെ നമ്മുടെ ഗായത്രി മന്ത്രത്തിനും സൂര്യഗായത്രിക്കുമൊക്കെ ഇത്രയും പ്രാധാന്യം വന്നത് വെറുതെയല്ല. ഇപ്പോൾ സോളാർ എനർജി ഉണ്ടാക്കുകയാണല്ലോ, എന്തിനും സോളാർ എനർജിയെ നമ്മൾ ആശ്രയിക്കാനാണ് പറയുന്നത്. കൃത്രിമമായിട്ട് വിദ്യുത് ശക്തി ഉണ്ടാക്കുന്നതിന് പകരം സോളാർ എനർജി അത് കാലക്രമേണ എല്ലായിടത്തും ആകും. അത് ഉപയോഗിച്ച് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന് കാണാം. അതിൻ്റെ ഒന്നും നമുക്ക് അവശിഷ്ടങ്ങളോ അതിൻ്റെ ബാക്കിയൊന്നും കിട്ടിയ ഭാഗങ്ങൾ ഇവർ ഈ നശിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇവരിതെല്ലാം ഈ ഗ്രന്ഥത്തിലാക്കിയിരിക്കുന്ന ഇതുപോലത്തെ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും ഒക്കെ അവർ എടുത്തു വച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിനകത്ത് ഈ പഞ്ചമസ്കന്ധം എന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഭഗവാന്റെ കഥ പറയുന്നതായിട്ട് എഴുതിക്കൊണ്ട് അത് ഭഗവാന്റെ കഥ തന്നെ പറഞ്ഞിരിക്കുക. പ്രത്യക്ഷ കൃഷ്ണ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബുദ്ധിമാന്മാരായ ആരോ ഇത് കോർത്തു വെച്ചു. അതാണ് നമുക്കിത് പഠിക്കേണ്ടി വന്നത്. അതിന് ചുമ്മാതെ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കാര്യം അന്നേ ഉണ്ടത്. ആ ജ്യോതിശാസ്ത്രം ഇപ്പോഴും അത് ജ്യോതിഷം എന്ന് നമ്മൾ പറയും, ജ്യോതിശാസ്ത്രമായിട്ട് വളർന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഫിസിക്സുകാർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ആ ജനിച്ച സമയം വെച്ച് നോക്കുന്നത് ഇപ്പം നമ്മളുടെ ഒരു ഭാവിയെക്കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ സമയത്ത് നമ്മളുടെ ജനിച്ച സമയം വെച്ച് നമ്മളുടെ ഗ്രഹം ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നമ്മളുടെ ഗ്രഹവും മറ്റേ ഗ്രഹങ്ങളുമായിട്ടുള്ള അകൽച്ചയൊക്കെ അതൊക്കെ പ്രാധാന്യമുണ്ട്. അതില്ലെന്ന് പറയാൻ തീരെ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനകത്ത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നതിനൊരു അന്ധവിശ്വാസത്തിൻ്റെ ഇത് കൊടുക്കാതിരുന്നാൽ മതി. ശാസ്ത്രം ശരി തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അതിനകത്ത് വന്നുകൂടി. ഇത് മാറിക്കിട്ടാൻ പലതും ചെയ്യും. അങ്ങനെ മാറുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് അറിയാം, ഈശ്വര ആരാധന കൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഇതായിട്ടുള്ള സാത്വികരായിട്ടുള്ള ഇതുപോലെ ശാസ്ത്രങ്ങൾ അറിയാവുന്നവർ ഒരിക്കലും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറഞ്ഞു കൊടുക്കത്തില്ല. അവർ ഈശ്വരനെ ആരാധിക്കുക. ശനിയുടെ ആണെങ്കിൽ ശനിയുടെ ദേവതയായ പിന്നെ അയ്യപ്പസ്വാമിയെ ശിവനെ ഒക്കെ ആരാധിക്കുക, അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ. വ്യാഴത്തിനാണെങ്കിൽ ഭഗവാന് പിന്നെ കൃഷ്ണനെ ആശ്രയിക്കുക. അങ്ങനെ ഓരോന്നിനും ബുധൻ എന്നുള്ളത്, അങ്ങനെ ഓരോ ബൃഹസ്പതി ആണ് വ്യാഴം. അപ്പം അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ നിലനിൽപ്പ് അനുസരിച്ച് ആ അതിദേവതയെ പ്രാർത്ഥിക്കാൻ പറയുന്നേ ഉള്ളൂ, അവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം നമ്മളുടെ ജന്മത്തിൽ നമ്മുടെ സമയത്ത് വെച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ പെടുമെന്നുള്ളെങ്കിൽ അത് പിന്നെ നമ്മൾ പറയും ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോയല്ലേ, കുറഞ്ഞു വന്നു. ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ട് ഭഗവാൻ അത് നമുക്ക് ഒതുക്കി തന്നു എന്ന് പറയാവുന്നേ ഉള്ളൂ. ഇതെല്ലാം സംഭവിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ ഇത് മാറാൻ വേണ്ടി നരബലി കൊടുക്കാമെന്നൊക്കെ ഓർക്കുന്ന മണ്ടന്മാരുണ്ട്. അതൊക്കെയാണ് കുഴപ്പങ്ങൾ വരുത്തുന്നത്. അല്ലാതെ ശാസ്ത്രത്തിനല്ല കുഴപ്പം. അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നൊരു ഒരു കുറി നമ്മൾ ഓർക്കുക. അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ, ഈ ശാസ്ത്രം സത്യമാണെന്നുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ശാസ്ത്രത്തെ തടുക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. അങ്ങനെ ആ മരുന്നുകൾ കൊണ്ട് ഭേദമാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപരിയായൊരു മരുന്നില്ല. അപ്പം നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ഭാഗം വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇതും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മളുടെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ചീത്ത പ്രവണതയാണ്. പത്രങ്ങളിൽ വായിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗ്രാമത്തിലെ കാര്യമല്ല പറഞ്ഞത്. പൊതുവേ ഉള്ള ഒരു ഹിന്ദു മതത്തിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും എന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു മന്ത്രവാദം ചെയ്തു മാറാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മണ്ടത്തരവാണ്. ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് സത്യമായിരിക്കാം. കാരണം ഇത് ശാസ്ത്രമായതുകൊണ്ട്. വായിക്കാം നമുക്ക്. എല്ലാം കിട്ടിയില്ലേ? തദുപരാഗം ഇതി വദന്തി ലോകാഹ. ഉപരാഗം ഗ്രഹണം. ഉപരാഗം എന്ന് പറഞ്ഞാൽ ഗ്രഹണം. പിന്നെ 4 തതോധസ്താത് തതഹ അധസ്താതാണ്. അത് വായിക്കണ്ട, ഇങ്ങനെ വായിച്ചാൽ മതി. ആ പ്രശ്ലേഷത്തോടു കൂടി തതോധസ്താത് സിദ്ധ ചാരണ വിദ്യാധരാണാം സദനാനി ഓരോരുത്തർക്ക് താവൻ മാത്ര ഏവ. പിന്നെ 5 തതോധസ്താത് യക്ഷ രക്ഷ പിശാച പ്രേത ഭൂതഗണാനാം വിഹാരാജിർ അവിഹാരാജിരം, അവിടം വരെ വേണം. വിഹാരാജിരം
കളിക്കുള്ള സ്ഥലമായ, വിഹാരത്തിനുള്ള സ്ഥലമായ വിഹാരാജിരം. എന്നിട്ട് അന്തരീക്ഷം, വിഹാരാജിരം അന്തരീക്ഷം. അന്തരീക്ഷം യാവത് വായു പ്രവാതി യാവൻ മേഘ ഉപലഭ്യന്തേ. ആ വാക്കുകളൊക്കെ കിട്ടിയല്ലോ. തതോധസ്താത് യക്ഷരക്ഷ പിശാച പ്രേതഭൂതഗണാനാം വിഹാരാജിരം അന്തരീക്ഷം യാവത് വായു പ്രവാതി യാവൻ മേഘ ഉപലഭ്യന്തേ. തതോധസ്താത് 6. തതോധസ്താത് ഉണ്ടാവും. ഇച്ഛ വരുമ്പോഴേ ഓർത്തോണം അവിടെ ഉണ്ടെന്ന്. തതോധസ്താത് ശത, അധികം ശ ആണ് ഇച്ഛായത്. ശതയോജനാന്തര ഇയം പൃഥിവി യാവത് ഹംസ, യാവത് ഹംസ, ഹംസങ്ങൾ, ഹംസം എന്നുള്ളത് യാവത് ഹംസ എന്നാണ് കേട്ടോ. ധംസ എന്നുള്ളിടത്ത് യാവത് ഹംസ. ഭാസ ശേന സുവർണാദയ പദത്രിപ്രവര ഉത്പതന്തി ഇതി. ഉത്പതന്തി ഇതി, ഉത്പതന്തി. ശേനങ്ങൾ, പരുന്തുകൾ. ഈ വാക്കുകളൊക്കെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിനകത്തോ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുന്നതിന് കുറ്റമൊന്നുമില്ല കേട്ടോ. എവിടെയാണ് വായിക്കുന്നതിൻ്റെ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ. പദത്രിപ്രവര, പദത്രിപ്രവരൻ ശ്രേഷ്ഠരായ പക്ഷികൾ. പദത്രിപ്രവര, പ്രവരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം. ഉത്പതന്തി ഇതി. ഉപവർണിതം ഭൂമേർ യഥാ സന്നിവേശാവസ്ഥാനം, യഥാ സന്നിവേശാവസ്ഥാനം അവനേരപ്യധസ്താത്. അവനെ അപി അധസ്താതാണ്. അവനേരപ്യ, രാ വന്നത് അവനേഹേ എന്നുള്ള വിസർഗം ആണ്. അവനേഹേ അപ്യധസ്താത്, അവനേരപ്യധസ്ത. രാ വരും, വിസർഗം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ രാ വരും. അവനേരപ്യധസ്താത്, അതങ്ങനെ തന്നെ വായിക്കാം. സപ്ത ഭൂവിവര, ഭൂവിവര, ഭൂവിവരങ്ങൾ. താഴത്തുള്ള 4 സ്ഥലങ്ങൾ, ദ്വാരങ്ങളുണ്ട്. ഭൂവിവര ഏകൈകശോ യോജനായുധ അന്തരേണ, അന്തരേണ ആയാമ, അന്തരേണ ആയാമ വിസ്താരേണ. യോജനായുധ അന്തരേണ, പിന്നെ നാട് ദീർഘം ആയാക്കുക. ആയാമ വിസ്താരേണ ഉപക്ലിപ്ത അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇതി. അതിനകത്ത് നമ്മൾ പിരിച്ച് എഴുതാനുള്ളത് യോജനായുധ അന്തരേണ ആയാമ വിസ്താരേണ, വിസ്താരേണ രണ്ടും നാ കൊണ്ട് നിർത്തുക. യോജനായുധ അന്തരേണ ആയാമ വിസ്താരേണ ഉപക്ലിപ്ത അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇതി. ഇനി 8. ആ വാക്കുകളെല്ലാം പിരിച്ചെഴുതിയാൽ മതി. ഏതേഷു ഹി ബില സ്വർഗേഷു, ഏതേഷു ഹി ബില സ്വർഗേഷു സ്വർഗാദ അപ്യധിക കാമ, സ്വർഗാദ്, സ്വർഗാദ് അപി, സ്വർഗാദപി, സ്വർഗാദപി അധിക കാമ, അധിക കാമ ഭോഗ ഐശ്വര്യാനന്ദ, ഐശ്വര്യാനന്ദ ഭൂതി വിഭൂതിഭി സുസമൃദ്ധ ഭവനോദ്യാന, ഭവനോദ്യാന സുസമൃദ്ധ ഭവനോദ്യാന ക്രീഡവിഹാരേഷു, ഭവനോദ്യാന ക്രീഡവിഹാരേഷു. അവിടെ വരെ വായിക്കണേ. ആക്രീഡവിഹാരേഷു ദൈത്യ ദാനവ കാദ്രവേയ, ദാനവ കാദ്രവേയ, കദ്രുവിൻ്റെ സന്താനങ്ങൾ എന്നർത്ഥം. കാദ്രവേയ നിത്യം നിത്യപ്രമുദിത, നിത്യപ്രമുദിത അനുരക്ത കളത്രാപത്യ ബന്ധു സുഹൃദ് അനുചര. അവിടെ ഒന്ന് നിർത്താനായിട്ടൊരു സ്ഥലം ഞാൻ പറയാം. പ്രമുദിത, നിത്യപ്രമുദിത അനുരക്ത കളത്രാപത്യ, അവിടെ നിർത്താം. ബന്ധു സുഹൃദ്
അനുചര മായാവിനോദ നിവസന്തി. സുഹൃത് അനുചര എന്നാക്കണം. സുഹൃത് അനുചര എന്നുള്ളത് സുഹൃത് അനുചര എന്നവിടെ ആക്കിയാൽ മതി. ദയുടെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇടുക. ദായിക്കും നൂനും ഇടയ്ക്ക് മുകളിലായിട്ട് ആയെന്നെഴുതുക. മായാവിനോദം നിവസന്തി. ഏതേഷു ഹി ബിലസ്വർഗേഷു സ്വർഗാദപി അധികകാമ ഭോഗ ഐശ്വര്യാനന്ദ ഭൂതിവിഭൂതിഭിः സുസമൃദ്ധ ഭവനോദ്യാനാക്രീഡവിഹാരേഷു ദൈത്യദാനവ കാദ്രവേയ. കേട്ടോ, ദാനവ കഴിഞ്ഞ് കോമ കമ്പൽസറി ആയിട്ട് വിട്ടിരിക്കണം. കാദ്രവേയൻ, കദ്രുവിൻ്റെ പുത്രന്മാർ. കാദ്രവേയ നിത്യപ്രമുദിത, നീട്ടരുത്, പ്രമുദിത അനുരക്ത കളത്രാപത്യ കോമ ബന്ധുസുഹൃത് അനുചര ഗൃഹപതയ ഈശ്വരാത് അപി പ്രതിഹത കാമ മായാവിനോദ നിവസന്തി. 9. യേഷു മഹാരാജ മായേന മായാവിന വിനിർമ്മിത പുരോ നാനാമണിപ്രവര പ്രവേക വിരചിത. നാനാമണിപ്രവര പ്രവേക വിരചിത വിചിത്ര ഭവന പ്രാകാര ഗോപുര സഭ്യാചൈത്യ. ഗോപുര സഭ്യാചൈത്യ ചത്വരായതനാദിഭിർ. ചത്വരായതന വിചിത്ര ഭവന പ്രാകാര ഗോപുര സഭാ ചൈത്യ ചത്വരായതനാദിഭി. ചത്വരായതനാദിഭി നാഗാസുര നാഗ അസുരമിഥുന. നാഗ അസുരമിഥുന പാരാവത. പാരാവതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാവുകൾ എന്ന് കേട്ടോ. മിഥുന പാരാവത. പാരാവത ശുക ശാരികാകീർണ. ശുകശാരികാകീർണ കൃത്രിമഭൂമിഭി വിവരേശ്വര ഗൃഹോത്തമൈ. വിവരേശ്വര ഗൃഹോത്തമൈ സമലങ്കൃത ചകാസതി. സമലങ്കൃത ചകാസതി. അപ്പം സമലങ്കൃതാശ്ചകാസതി ഒന്ന് ചോദിച്ചാൽ മതി. ചകാസതി ശോഭിക്കുന്നു. എല്ലാം എഴുതിയില്ലേ? പുരോ നാനാമണി പ്രവര പ്രവേക വിരചിത വിചിത്രഭവന പ്രാകാര ഗോപുര സഭാ ചൈത്യ ചത്വരായതനാദിഭിർ. ചത്വരായതനാദിഭിർ. ചത്വരായതനാദിഭിർ കിട്ടിയോ? ചത്വരായതനാദിഭിർ. ചത്വരായതനാദിഭിർ നാഗാസുരമിഥുന പാരാവത ശുകശാരികാകീർണ കൃത്രിമഭൂമിഭിർ ശാരികാകീർണ കൃത്രിമ ഭൂമിഭിർ വിവരേശ്വര ഗൃഹോത്തമൈ സമലങ്കൃതാശ്ചകാസതി. ഇത്രയേ ഉള്ളൂ. ഉദ്യാനാനി ച അതിതരാം. ഉദ്യാനാനി ച അതിതരാം മന ഇന്ദ്രിയാനന്ദിഭി കുസുമഫല സ്തബക സുഭഗ കിസലയാവനത. സുഭഗ കിസലയാവനത ഒന്നിച്ചാണ്. സുഭഗ കിസലയാവനത രുചിരവിടപിനാം ലതാംഗാലിംഗിതാനാം. ലതാംഗ നീട്ടുണ്ട്. അങ്ങനെ അവിടെ ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ലതാംഗാലിംഗിതാനാം ശ്രീഭി സമിഥുന വിവിധ വിഹംഗമ ജലാശയാനാമല ജലാശയാനാം അമല ജലപൂർണാനാം. ജലാശയാനാം അമല ജലാശയാനാം
അമല ജലപൂർണ അമല ജലപൂർണാനാം ഝഷകുല്ലോല്ലംഘന ക്ഷുഭിത നീരനീരജ കുമുദ കുവലയ ഗൽഹാര നീലോൽപല ലോഹിത ശതപത്രാദിവനേഷു കൃത നികേതനാനാമേക വിഹാരാകുല മധുര വിവിധസ്വനാദിഭിരി ഇന്ദ്രിയോത്സവൈർ അമരലോകശ്രിയം അതിശായിതാനി. ഇതിനകത്ത് തിരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഝഷകുല്ലോല്ലംഘന വാക്കുകളൊന്ന് ഞാൻ പറയാമേ. ഇതിനകത്ത് ഉദ്യാനാനി, പിന്നെ ലതാംഗാലിംഗിതാന ഒരു വാക്കാണ്. ലതാംഗാലിംഗിതാന കുസുമ ഫല സ്തബക സുഭക കിസലയ പിന്നെ അവനത രുചിര വിടപിനാം ലതാംഗാലിംഗിത അത് നമ്മൾ പറഞ്ഞു. പിന്നെ മന ഇന്ദ്രിയാനന്ദിഭി ആനന്ദിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ശ്രീഭി സമിഥുന വിവിധ വിഹംഗമ ജലാശയാനാം അമലജലാപൂർണാനാം ഝഷകുല്ലോല്ലംഘന ക്ഷുഭിത നീരനീരജ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒന്നിച്ച് പറയുന്നൊരു വാക്കാണ്. നീര എന്ന് പറഞ്ഞാൽ ജലം, നീരജ ജലത്തിൽ നിന്ന് ജനിച്ചത്, ഉണ്ടായത്, ഉത്ഭവിച്ചത്. കുമുദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആമ്പൽ എന്നാണ്. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ആമ്പൽ, കുമുദ, കൽഹാരോൽപ്പല, കവികളൊക്കെ ഒരുപാട് പാടുന്ന ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കൽഹാരം, നീലോൽപ്പലം, നീലത്താമര, ലോഹിത ശതപത്ര, അതുപോലെ ഒരു കുവലയ, കുമുദ ആമ്പൽ, കുവലയ നീല നിറമുള്ള ആമ്പൽപ്പൂക്കൾ, വെള്ളത്തിൽ വളർന്ന ചെടികളാണ് ഇതെല്ലാം. അതുപോലെ കൽഹാരപുഷ്പം, നീലോൽപ്പല നീല താമര, ലോഹിത ശതപത്ര ചെന്താമര, ലോഹിത ചുമന്ന ചുവപ്പ്, ശതപത്രം ഒരുപാട് പത്രങ്ങളുള്ള ഇതളുള്ള എന്നുള്ള അർത്ഥത്തിൽ താമരയ്ക്കൊരു പേരുണ്ട്. ആദിവനേഷു നീലോൽപ്പല ലോഹിത ശതപത്രാദിവനേഷു കേട്ടോ, അതൊന്നിച്ച് വായിച്ചാൽ മതി. വനേഷു ആദിവനേഷു കൃത നികേതനാനാം നികേതങ്ങൾ വാസസ്ഥലങ്ങൾ ഏകവിഹാരാകുല മധുര വിവിധ സ്വനാദിഭിർ ഇന്ദ്രിയോത്സവൈ അമരലോകശ്രിയം അതിശായിതാനി അതിശയാദി അല്ല അതിശായിതാനി അമരലോകശ്രിയം എന്നാക്കുക. എന്നിട്ട് മാ വെട്ടിയിട്ട് അവിടെ ആയാക്കുക. അതിശായിതാനി. ഞാൻ ഒന്ന് വായിക്കാമേ. ഉദ്യാനാനി ചാതിതരാം മന ഇന്ദ്രിയാനന്ദിഭി കുസുമ ഫലസ്തപക സുഭക കിസലയാവനത രുചിര വിടപിനാം ലതാംഗാലിംഗിതാനാം ശ്രീഭി സമിഥുന വിവിധ വിഹംഗമ ജലാശയാനാം അമലജലാപൂർണാനാം ഝഷകുല്ലോല്ലംഘന ക്ഷുഭിത നീരജ കുമുദ കുവലയ ഗൽഹാര നീലോൽപല ലോഹിത ശതപത്രാദിവനേഷു കൃതനികേതനാനാം ഏകവിഹാരാകുല മധുര വിവിധസ്വനാദിഭിർ ഇന്ദ്രിയോത്സവൈർ അമരലോകശ്രിയം അതിശായിതാനി. വിവിധസ്വനാദിഭിരിന്ദ്രിയോത്സവൈർ അമരലോകശ്രിയം അതിശായിതാനി. വിവിധസ്വേനാദിഭിരിന്ദ്രിയോത്സവൈർ അമരലോകശ്രിയം അതിശായിതാനി. കിട്ടിയോ? വിവിധസ്വനാദിഭിരിന്ദ്രിയോത്സവൈർ അമരലോക. അവിടെ ഒന്ന് അമരലോകം ഒന്നാക്കിക്കോ. ഇന്ദ്രിയോത്സവൈർ അമരലോകശ്രിയം അതിശായിതാനി. കിട്ടിയോ?
30ഓളം ശ്ലോകങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോയാൽ ഒരു 13 വരെ വായിച്ചു വെക്കാം. എത്ര ഹവാവാത്ന ഭയം അഹോരാത്രാദിഭി കാലവിഭാഗൈരുപലക്ഷ്യതേ. ഇതിനൊന്നും തിരുത്താൻ. ഭയം അഹോരാത്രം, ഭയം ആ മാ വെട്ടിയിട്ട് ഭയം അഹോ എന്ന് വാക്കുന്നുള്ളത് ആ ആക്കുക, അത് മാത്രമേ ഉള്ളൂ. വിഭാഗൈരുപലക്ഷ്യതേ, ലക്ഷ്യതേ, രൂവിൻ്റെ അവിടെ രൂ ഇട്ടാൽ മതി. എത്ര ഹി മഹാഹി പ്രവരശിരോമണയ സർവം തമപ്രബാധന്തേ. എത്ര ഹി മഹാഹി, മഹാഹി, അഹി എന്ന് പറഞ്ഞാൽ സർപ്പം, മഹാ അഹി. എത്ര ഹി മഹാ അഹി പ്രവര ശിരോമണയ, പ്രവര കഴിഞ്ഞൊരു കോമായിട്ടോ, മഹാ അഹി പ്രവര, മഹാ അഹി എന്ന് വായിക്കണേ. ആ മഹാ കഴിഞ്ഞിട്ടൊരു ആ എഴുതിയാൽ മതി ആ മുകളിൽ. എത്ര ഹി മഹാ അഹി പ്രവര ശിരോമണയ സർവം തമപ്രബാധന്തേ. 13 നവ ഏതേഷു വസതാം ദിവ്യ ഔഷധിരസ രസായന അന്നപാന. രസായന കഴിഞ്ഞിട്ട് അന്നപാന എന്നാക്കണം. അവിടെ നായുടെ അപ്പുറത്തൊരു മുകളിൽ ലായ്ക്കൊരു നീട്ടില്ലേ, അത് വെട്ടി രസായന എന്നുള്ളിടത്ത് നീട്ട് വെട്ടുക. രസായന അന്നപാന സ്നാനാദിഭിർ ആരാധയോ വ്യാധയോ വലീപലിത ജരാദയശ്ച ദേഹവൈവർണ്യ ദൗർഗന്ധ്യ സ്വേദക്ലമ ഗ്ലാനിരിതി വയോവസ്ഥാശ്ച ഭവന്തി. നഹി തേഷാം കല്യാണാനാം പ്രഭവതി കുതശ്ചന മൃത്യുർവിന ഭഗവത് തേജസശ്ചക്രാപദേശാത്. നഹി തേഷാം കല്യാണാനാം പ്രഭവതി കുതശ്ചന മൃത്യുർവിന ഭഗവത് തേജസശ്ചക്രാപദേശാത്. ചക്രാപദേശാത്. 15 യസ്മിൻ പ്രവിഷ്ടേ സുരവധൂനാം പ്രായ പുംസവനാനി ഭയാദേവ സ്രവന്തി പതന്തി ച. യസ്മിൻ പ്രവിഷ്ടേ സുരവധൂനാം പ്രായ പുംസവനാനി ഭയാദേവ സ്രവന്തി പതന്തി ച. അതവിടെ വരെ നിൽക്കട്ടെ. ഹരി ഓം.